പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. സംഗീതം ഹറാമാണോ? എങ്കിൽ അതിൻ്റെ തെളിവായി ഹദീസ് വിശദീകരിക്കാമോ എന്നാണ്. സംഗീതം എന്നതിന് അറബി ഭാഷയിൽ സംഗീതോപകരണങ്ങൾക്ക് മആസിഫ് എന്ന് പറയും. മആസിഫ്. ഈ മആസിഫിൻ്റെ ഉപയോഗം അത് അനുവദനീയമായി കാണുന്ന ആളുകൾ അന്ത്യനാളിനോടനുബന്ധിച്ച് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അന്ത്യനാളോടടുക്കുമ്പോൾ സംഗീതോപകരണങ്ങളെ അനുവദനീയമായി കാണുന്ന ആളുകൾ വരും എന്ന് തിരുനബി പറയുമ്പോൾ അടിസ്ഥാനത എന്താ? ഇവരനുവദനീയമായി കാണുന്നത് വരേക്കും അതിൻ്റെ ഹുക്കം എന്താ? അത് അനനുവദനീയം എന്നുള്ളതാണ്, ഹറാം എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലയഖൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. വ്യഭിചാരം, പട്ടുവസ്ത്രം, അതേപോലെ മദ്യം, സംഗീതോപകരണങ്ങൾ, ഇവയെ അനുവദനീയമായി കാണുന്നൊരു വിഭാഗം ആളുകൾ പിൽക്കാലത്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ സംഗീതോപകരണങ്ങൾ അനനുവദനീയമാണ് ശറയിൽ എന്നുള്ളതാണ് അത് അറിയിക്കുന്നത്. ഇതേപോലെ സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാണെന്നതിന് പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ച തെളിവുകൾ പെട്ടതാണ് സുനനുകളിൽ വാരിദായ മറ്റേത് ആദ്യം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി മുഅല്ലഖായി റിപ്പോർട്ട് ചെയ്തതാണ്. ഹദീസിൻ്റെ റിപ്പോർട്ട് സഹിയാണ്. ഇമാം ബുഖാരി തന്നെ അതിനെ കണ്ണി ചേർന്ന പരമ്പരയിൽ വേറെ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ലയകൂനന്ന ഫി ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വ മസ്ഖുൻ വ ഖദ്ഫുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുന്നറിയിപ്പും അപായ അറിയിപ്പുമാണ് ഈ ഉമ്മത്തികളിൽ ഉണ്ടാകും. ഭൂമി പിളർന്ന് ഭൂഗർഭത്തിലേക്ക് ആളുകൾ വീഴ്ത്തപ്പെടുന്ന, താഴ്ത്തപ്പെടുന്ന ശിക്ഷ. ഭൂകമ്പങ്ങൾ, ഭൂമി പിളർന്ന് ആളുകളെ താഴ്ത്തപ്പെടുന്ന ശിക്ഷ. അതേപോലെ മസ്ഖുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപമാറ്റ ശിക്ഷ. രൂപമാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യരെ കുരങ്ങുകളാക്കി, അതേപോലെ പന്നികളാക്കി രൂപമാറ്റം. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. പിന്നെ ഖദ്ഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരൽ വർഷം, കല്ലിൻ മഴ, അത് ശിക്ഷ. കാരണം കല്ലിൻ്റെ മഴ നമുക്കറിയാം ചരിത്രത്തിൽ. പിന്നെ ചില വിഭാഗങ്ങൾ സദൂം ഗോത്രമൊക്കെ കല്ലിൻ്റെ മഴ കൊണ്ട് ശിക്ഷിക്കപ്പെട്ടത്. അതേപോലെ ചെരൽ വർഷം മഴയായി ഭവിക്കുന്ന ശിക്ഷ ഇതുണ്ടാകുമെന്ന് പറഞ്ഞു. ഭൂകമ്പങ്ങൾ, അതേപോലെ തന്നെ രൂപമാറ്റം, ചെരൽ മഴ. അപ്പോൾ സഹാബികൾ ചോദിക്കേണ്ടത് എപ്പോഴായിരിക്കും അതെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, ഇദാ ശരീബുൽ ഖുമൂർ വത്തഖദുൽ ഖൈനാത്ത് വദറബു ബിൽ മആസിഫ്. മുസ്ലിമീങ്ങൾ മദ്യപിക്കുക, അതേപോലെ അവർ നർത്തകികളെ സ്വീകരിക്കുക, ഖൈനാത്ത്. അതേപോലെ വദറബു ബിൽ മആസിഫ്. മആസിഫ് എന്ന് പറഞ്ഞെങ്കിൽ സംഗീതോപകരണങ്ങൾ, അതവർ ഉപയോഗിക്കുക. സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ശിക്ഷ ഭവിക്കും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ്. ഇതുപോലെ വേറെയും തെളിവുകൾ കാണുവാൻ സാധിക്കും. സഹാബികൾ പറയാറുണ്ട്, പിന്നെ അൽ ഗിന യുംബിത്തുൻ നിഫാഖ ഫിൽ ഖൽബ്. ഗിന അത് ഖൽബിൽ കാപട്യം നട്ടു വളർത്തും. സഹാബികൾ പറഞ്ഞതൊക്കെ സഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഗിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊള്ളപ്പാട്ടിന് ഗിന എന്ന് പറയും, സംഗീതം ഉപയോഗിച്ചുള്ള പാട്ടിനും ഗിന എന്ന് പറയും. പൂർവികരിൽ ചില പണ്ഡിതന്മാർ ഗിനായിനെ അനുവദിച്ചിട്ടുണ്ട്. പല പണ്ഡിതന്മാരും ഗിനായിനെ വിലക്കിയിട്ടുമുണ്ട്. ഗിനായിനെ അനുവദിച്ച പണ്ഡിതന്മാർ തൊള്ളപ്പാട്ടിനെയാണ്, കവിതകളൊക്കെ തൊള്ളോണ്ട് ആലപിക്കുന്നതിനെയാണ് അവർ ഗിന എന്നുള്ളത് ഉദ്ദേശിച്ച്. വിലക്കിയവർ ഉദ്ദേശിച്ചത് സംഗീതത്തിൻ്റെ അകമ്പടിയിൽ പാടുന്ന പാട്ടാണ്, അതിനും ഗിന എന്ന് പറയും. അപ്പോൾ സംഗീതത്തിൻ്റെ അകമ്പടിയിൽ പാടിയ പാട്ടിനെ പണ്ഡിതന്മാർ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് കാപട്യം മനസ്സിൽ നട്ടു വളർത്തും എന്ന് പറഞ്ഞത്. ചിലരെന്ത് വിചാരിച്ച്, ഗിന എന്ന് തൊള്ളപ്പാട്ടിന് പറയുമല്ലോ, നമ്മൾ കേവലം വായോണ്ട് പാടുന്ന പാട്ടിനും ഗിന എന്ന് പറയും. അപ്പോൾ അത് അനുവദിച്ച പണ്ഡിതന്മാരെ എടുത്തുദ്ധരിച്ചിട്ട് ഇവരൊക്കെ സംഗീതത്തിൻ്റെ മയമുള്ള, സംഗീതത്തിൻ്റെ അകമ്പടിയുള്ള പാട്ടുകൾ ഹലാലാക്കിയവരാണ് എന്ന് ചിലർ ഉദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. ഗിന എന്നുള്ളത് രണ്ടിനും പറയും. സംഗീതം അത് ഇസ്ലാമിൽ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വിലക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ട്? പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഖംറുൽ ഉഖൂലി അദറു മിൻ ഖംറിൽ ജുസൂം കദാ യഖൂലുൽ ആലിമുർ റബ്ബാനി. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് ഏൽക്കുന്ന ലഹരിയാണ് സംഗീതം. പ്രസ്തുത ലഹരി നമ്മൾ കുടിച്ചിറക്കുന്ന മദ്യത്തേക്കാൾ, ഖംറുൻ നുഫൂസ് അതാണ്, അതിനേക്കാൾ
അപകടകാരിയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഹുബ്ബുൽ കിതാബി വ ഹുബ്ബു അൽഹാനിൽ ഗിന ഫി ഖൽബി അബ്ദിൻ ലൈസ യജ്തമിയാനി. വിശുദ്ധ ഖുർആനോടുള്ള സ്നേഹവും സംഗീതത്തോടുള്ള സ്നേഹവും ഒരു ദാസൻ്റെ ഹൃദയത്തിൽ ഒന്നിക്കൂല എന്നാണ്. രണ്ടും കൂടി ഒരു ഹൃദയത്തിൽ സന്ധിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സംഗീതമയമായ പാട്ടുകളുടെയും സാഹചര്യങ്ങളുടെയും ഇടയിൽ വളരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അവരിൽ നിന്ന് അന്യം നിൽക്കുകയും വിശുദ്ധ ഖുർആനുള്ള സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്യുന്നതായ ദുർക്കാഴ്ച. ഏതായാലും തിരുമൊഴികൾ ആ വിഷയത്തിൽ നന്നേ വ്യക്തമാണ്. അതുകൊണ്ട് സംഗീതം ഇസ്ലാമിൽ പാടുള്ളതല്ല. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. Peace Radio. Tune to reality.